നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിനെ ഇന്നലെ കോച്ച് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഥമ കോളപ്പിലേക്ക് റിച്ചാലീസിനെ വിളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് റിച്ചാലീസൺ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ബ്രസീലിയൻ ആരാധകരുടെ മനസ്സിൽ വരുന്ന ഒന്നാണ്. അതിന് ആഞ്ചലോട്ടി പറയുന്ന മറുപടി നോക്കണം. അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് റിച്ചാലീസനെ നേരത്തെ അറിയാം, ഞാൻ എവേർട്ടണിൽ അദ്ദേഹത്തെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറേ സസ്പെൻഷനും പരിക്കും ഒക്കെയുള്ള ഘട്ടത്തിൽ ഞാൻ നോക്കിയത് ഇപ്പം കാസമിറോ, റിച്ചാലീസൺ ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് ടീമിലേക്ക് എടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. ആഞ്ചലോട്ടിയുടെ വാക്കുകളിലേക്കൊന്ന് പോകാം. ഞാൻ റിച്ചാലീസനെ എവേർട്ടണിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അതുമാത്രമല്ല ഞാനിവിടെ നോക്കുന്നത്. ഇപ്പോൾ ഈ കോളപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ജോയിൻ്റ് അപ്രോച്ചാണ്. കെയ്റ്റാനോയും യുവാനുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു ജോയിൻ്റ് അപ്രോച്ചിലെടുത്തിട്ടുള്ള ഒരു കോളപ്പാണിത്. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെയാണ് നോക്കിയത്. ഈ മൊമെൻറ്റിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിരുന്നു. എല്ലാ ഡിഫിക്കൽറ്റീസും, ഏതൊക്കെ താരങ്ങളെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ള സസ്പെൻഷൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങൾ എടുത്ത് വിശദമായി പരിശോധിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോജിക്കലി എനിക്ക് തോന്നിയത് റിച്ചാലീസനെ എനിക്കറിയാം, കാസമിറോയെ എനിക്കറിയാം, അവരുടെ ആറ്റിറ്റ്യൂഡ് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ആ ഒരു സെൻസിൽ. അതുകൊണ്ടുകൂടിയാണ് ടീമിലേക്ക് എടുത്തിരിക്കുന്നത്. പക്ഷേ എല്ലാവരെയും മീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൂടി ഞാനിതിനെ കാണുന്നു എന്നാണ് കോച്ച് പറയുന്നത്. സംഗതി വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന, അദ്ദേഹത്തിന് പരിചിതമായിട്ടുള്ള താരങ്ങൾ, അദ്ദേഹത്തിൻ്റെ കളിരീതിയുമായിട്ട് ഇണങ്ങിപ്പോകുന്ന താരങ്ങൾ അങ്ങനെയുള്ളവരെ മാക്സിമം ടീമിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്യാനാണ് ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ കോളപ്പിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എതിർ മിലിറ്റാവോയും റോഡ്രിഗോയും ഒക്കെ പരിക്കും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ മാറി വരുമ്പോൾ നോക്കുക, ആഞ്ചലോട്ടിയുടെ കീഴിൽ കളിച്ച, ക്ലബ് ഫുട്ബോൾ കളിച്ച കുറച്ച് ആളുകൾ ബ്രസീൽ ടീമിൻ്റെ നട്ടലായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.